കോഴിക്കോട് പാളയത്ത് കിടപ്പുമുറിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ബന്ധുവായ യുവാവ് കസബ പോലീസിന്റെ കസ്റ്റഡിയിലായി. പുതിയ കോവിലകം പറമ്പ് ബിജുവിനെയാണ് ഞായറാഴ്ച പുലർച്ചെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കോഴിക്കോട് മാങ്കാവ് കൊളങ്ങര പീടിക സ്വദേശിയായ 22കാരനാണെന്നാണ് വിവരം. നേരത്തെ ഇയാളെ മാനസികാസ്വാസ്ഥ്യത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബിജുവും ബന്ധുക്കളും ചേർന്നാണ് ഇയാളെ ബലമായി ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിന്റെ വൈരാഗ്യത്താലാണ് കൊലപാതകമെന്ന് സൂചന. ഞായറാഴ്ച പുലർച്ചെയാണ് പുതിയ കോവിലകം പറമ്പ് ബിജുവിനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന പ്രതിയായ യുവാവിനെ കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കുന്നതിനിടയിൽ ഞായറാഴ്ച പുലർച്ചെ 2:45 അച്ഛൻ രാജൻ ബിജുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല. തുടർന്ന് പുലർച്ചെ 3 മണിയോടെ അമ്മ ബേബി മുറി തുറന്നു നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെ കണ്ടത്. കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ ഫോൺ, സ്കൂട്ടറിന്റെ താക്കോൽ, കിടപ്പുമുറിയുടെ താക്കോൽ എന്നിവയുമായാണ് പ്രതി കടന്നുകളഞ്ഞത്. ബിജുവിന്റെ മൃതദേഹം ഞായറാഴ്ച പാളയത്തെ തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ പ്രതിയും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഇയാളുടെ കയ്യിലും മറ്റുമുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീടും പരിസരവും കൃത്യമായി അറിയാവുന്ന ആളാണ് കൊലപാതകം നടത്തിയതെന്നും ഇതൊരു പ്രൊഫഷണൽ കില്ലറുടെ പണിയല്ലെന്നും അന്വേഷണ സംഘം ആദ്യമേ വിലയിരുത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതോടെ പ്രതി പോലീസിന്റെ വലയിലാവുകയായിരുന്നു. ലഹരി സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ചോർത്തി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ബിജു കൊല്ലപ്പെട്ടതെന്ന പ്രചരണം സിറ്റി പോലീസ് കമ്മീഷണർ തള്ളി. ബിജു പോലീസിന്റെ ഇൻഫോർമർ അല്ലെന്നും ഈ കേസിന് ലഹരി മാഫിയയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും കമ്മീഷണർ AP ഷൗക്കത്ത് അലി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ KM ബിജുവിന്റെയും കസബ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കിയത്. ബിജുവിന്റെ ശരീരത്തിലാകെ 45 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ചെറിയൊരു സ്റ്റീൽ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻപിലും പിറകിലുമായി മാത്രം 18 ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴുത്തിലും വയറ്റിലുമേറ്റ കത്തി കൊണ്ടുള്ള ആഴമേറിയ കുത്തുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. ബിജു കൊല്ലപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും മൃതദേഹത്തിൽ കത്തി കൊണ്ട് കുത്തിയും വരഞ്ഞും മുറിവുകളുണ്ടാക്കിയ ക്രൂരതയാണ് അക്രമി കാണിച്ചത്. ബിജുവിനെ ആദ്യം കഴുത്തിൽ കുത്തിയപ്പോൾ തന്നെ അദ്ദേഹം നിലത്ത് വീണിരുന്നു. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ അക്രമി വീണ്ടും വയറ്റിൽ കുത്തുകയായിരുന്നു. മരണം പൂർണ്ണമായും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്തത്.